എവിടെ ഒരു കാര്യം കാണിച്ചത് അകത്ത് കണ്ടോളാം. അമ്മ കണ്ട ഞെട്ടും. എന്ത് പാടി? വാ, ഒരു സർപ്രൈസ്. പിന്നെ സർപ്രൈസ് പോ. അമ്മ അത് പറഞ്ഞ അത് രസം കാണില്ല, അമ്മ കാണണം. ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കണ്ടോളാം. ഇത് അടിച്ചു അമ്മ ഇന്ന് വരെ കാണാത്തൊരു കാര്യം. വാ 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 അമ്മ, ഭയങ്കര സർപ്രൈസ് ആയിരിക്കും അമ്മ. വേണ്ടാ അമ്മ പ്ലീസ് അമ്മ. പെണ്ണ് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മുറ്റടിച്ചെന്നാ. അമ്മ പ്ലീസ് 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 വാ വാ. പറയാനറിയാൻ പാടില്ല എന്താ. എനിക്ക് പറഞ്ഞതിന്റെ സുഖം പോ, എനിക്ക് സന്തോഷം കൊണ്ട് വാ. ഇവിടെ കൂടെ അടിച്ചു കഴിയട്ടെ. അമ്മ ഇങ്ങോട്ട് വന്നേ. എടി നിക്ക. വാ, സർപ്രൈസാ. എന്നിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ വാ നോക്ക്. ഇതെന്തപ്പോ ഇങ്ങനെ എടുക്കാൻ? ബൈബിളാ. കളിയാക്കല്ലേ, പോ കളിക്കാതെ പോ. ഞാൻ വളരെ ഗൗരവമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, തമാശ കളിക്കുന്ന. അല്ല, എന്തോ നല്ലത് വരാനുണ്ട് ക്ലീറ്റോ. അല്ലെങ്കിൽ ക്ലീറ്റോന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നൂല. എന്തോ നല്ലത് വരാൻ? ബൈബിളൊക്കെ എടുത്ത് വായിക്കുന്നത് ഞാൻ നല്ലതാ ക്ലീറ്റോ. അങ്ങനെ ദൈവചിന്തയിലോട്ട് മടങ്ങി പോണം. ഈ നാട്ടുകാരൊന്നും ഉണ്ടാവൂല. നമുക്ക് എന്തെങ്കിലും വന്ന ദൈവം മാത്രമേ കാണുള്ളൂ. ഓ, ഇത്രയും നാൾ കർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കർത്താവ് എങ്ങും പോയിട്ടുമില്ല. ഇനിയും കർത്താവ് എൻ്റെ കൂടെ തന്നെ കാണും. ഞാൻ ഇത് വായിച്ചെന്നല്ല, ഇതൊക്കെ എനിക്ക് ഫുൾ മനപ്പാടമാണ്. അയ്യോ, പിന്നെ എന്ന് വായിച്ചിട്ട് മനപ്പാടാവാൻ സാന്റാ ക്ലാസ്സിലും കൂടി വരെ അതൊക്കെ പോയിട്ടില്ല. ഇയാൾ അതിനെക്കുറിച്ച് അങ്ങോട്ടൊന്നും കിടക്കണ്ട കേട്ടോ. എന്താണെങ്കിലും ഈ ചെയ്തത് നന്നായി. എടി, ഞാൻ ഇന്ന് വൈകിട്ട് ഒരു പ്രസംഗമുണ്ട്. മാനവ സ്നേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണം. അതിന് ഞാൻ ആ പേജ് ഒന്ന് എടുത്തിട്ടേ കുറേ വിവരങ്ങൾ ഇതിനകത്തുണ്ട്. അല്ലാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താ പോലെ. ഗൂഗിളൊക്കെ എന്താ ഉണ്ടായത്? ഗൂഗിൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ സാധനമാണ് ഇത്. അതിലില്ലാത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ മലയാള സിനിമയിൽ ഹിറ്റായ പല സിനിമകളും എടുത്തു നോക്കിയാലേ അതിലുള്ള കഥകൾ കംപ്ലീറ്റ് ഇതിനകത്തുനിന്നാണ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ മറ്റേ തിരക്കഥാകൃത്തിന്റെ തൂലികയെന്നല്ലേ പോടി. അതൊക്കെ ഇതിനകത്തുനിന്ന് പല പല കാര്യങ്ങളും എടുത്തിട്ടാണ് സിനിമ തിരക്കഥ ആക്കുന്നത്. അപ്പൊ ബൈബിൾ വാങ്ങിച്ച എനിക്കാവാമോ തിരക്കഥാകൃത്ത്? ഈ പോയേ നിനക്ക് വേറെ ഒന്നും അറിയാനില്ല അല്ലേ? ഡൗട്ട് ചോദിച്ചില്ലേ? ഇനി എന്നെ സ്വസ്ഥമായിട്ട് ഇത് ശ്രദ്ധിക്കാം. എനിക്കും വായിക്കണം. ഞാനിത് വായിച്ച് അവിടെ കൊണ്ട് വെക്കും. അതിനുശേഷം എന്റെ ഫോൺ മുകളിൽ എടുത്ത് വായിക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവൂല വലിയ അർത്ഥം. ഫോൺ അടിക്കണതിന്റെ അമ്മയുടെ. ഫോൺ. അയ്യോ, ഞാൻ എടുക്കുന്നില്ലേ. ഈ നേരം വിളിക്കുമ്പോ വിളിക്കണേ ഒന്നീ നിന്റെ അമ്മ, അല്ലെങ്കിൽ നിന്റെ ആങ്ങള, അല്ലെങ്കിൽ നിന്റെ നാത്തൂന്. അവരല്ലാതെ ആര് വിളിക്കണം? പിന്നെ ഒരു പണിയുടെ ഇടയ്ക്ക്. അതെ, എന്റെ അമ്മ എല്ലാട്ടോ നിങ്ങളുടെ പെങ്ങളാ. ഹലോ. അവക്കെന്ത് പറ്റി രാവിലെ? ഞാൻ ദേ മുറ്റം അടിക്കുമായിരുന്നു. ഓ, ഇവിടെ ഉണ്ട്. രാവിലെ ബൈബിള് വായിച്ചോണ്ടിരിപ്പുണ്ട്. അല്ലല്ല, മാനവ സ്നേഹം പഠിക്കുവാ. എന്താ? ആര് പൗലോച്ചായനോ? സത്യം പ്രമോഷനായി കാണും. അയാള് സർക്കിളായുള്ള അവസ്ഥ. പ്രമോഷൻ പറയാ. അല്ല, എന്ന് പോണം? ഓ, നല്ല പ്രമോഷനായി കാണും. ഞങ്ങള് വരുന്നുണ്ട്. ആ, ചെന്നാ മതി. ഇപ്പൊ സന്തോഷായി. കൊടുക്കണോ ഞാൻ? ആ ശരി, ഞാൻ പറഞ്ഞോളാം. വിളിച്ചോളൂ. ശരി നാത്തൂനെ, ഞാൻ വിളിക്കാന്ന് പറയാം. ക്ലീറ്റോ വിളിക്കാന്ന്. ശരി. ലൂക്കലി പോലീസിന് പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്താണ്? എങ്ങോട്ട് സ്ഥലം മാറ്റം, യാത്ര പോകണം, ആരെയൊക്കെ പറഞ്ഞു. എന്തായാലും ആളെയും CA ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ക്ലീറ്റോനോട് പറഞ്ഞില്ലേ ബൈബിൾ എടുക്കണത് എന്തോ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. അവർക്ക് നല്ലതല്ല ഞാൻ ബൈബിൾ എടുത്ത്. നമുക്ക് നല്ല. അവർക്കല്ല ക്ലീറ്റോ, പിന്നെ നമുക്കാ. അപ്പൊ ഞാൻ സ്ഥലം എഴുതി കൂട്ട് വരാന്ന് പറഞ്ഞോ? ഓ, അതൊന്നും അല്ല. പിന്നെ അതൊക്കെ എന്തെങ്കിലും കിട്ടും. അതൊന്നും അല്ല. അല്ല, നീ പറ, എന്താ കാര്യം പറയും. പൗലോച്ചായൻ ക്ലീറ്റോന്റെ ജോലി ശരിയാക്കിയെന്ന്.
എടി മൂന്നാറില് തേയില ഫാക്ടറിയിലെ മാനേജര്. ഓ പിന്നെ അളിയൻ അത് തന്നെ ജോലി. എനിക്ക് വേണ്ടി ഇപ്പൊ ജോലി റെഡിയാക്കാൻ വേണ്ടി നടക്കണ ആള്. സത്യം ക്ലീറ്റോ, 25,000 രൂപ ശമ്പളം. പിന്നെ എന്താണ്ട് SIO അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന്. അല്ല അതൊന്നും ചുമ്മാ ഇവക്ക് വട്ട്. എന്താ ക്ലീറ്റോ? മൂന്നാർ എന്നൊക്കെ പറയണ എവിടെയാണ് അറിയാമോ? മൂന്നാർ മൂന്നാറെന്താ കേട്ടിട്ടൊക്കെ ഉണ്ട്. എവിടെ അവിടെ എവിടെ? ഇടുക്കിയുടെ അടുത്ത്. ഇടുക്കിയുടെ അടുത്തല്ല, തൊട്ടടുത്ത് തമിഴ്നാട്, വേറെ സ്റ്റേറ്റ് ആയി. അങ്ങോട്ട് നിങ്ങൾ എന്തിനാ പോകുന്നത്? നിങ്ങൾ കേരളത്തിൽ നിന്നാ മതി. നിങ്ങൾ എന്താ തമിഴ്നാട്? അതും ശരിയാവില്ല. ഇവിടുത്തെ പാർട്ടി വേണ്ട. ഈ ക്ലാരക്ക് എന്തിനാ? ക്ലാരെ വിളിക്കട്ടെ. ക്ലാരനല്ല, ഞാൻ എന്റെ വീട്ടുകാരെ വിളിച്ചോളാം. വീട്ടുകാരൊക്കെ വിളിച്ചോ. നിങ്ങളുടെ ഫോൺ എടുത്ത് വിളിക്ക്. എന്റെ ഫോൺ എന്തിനാ നിങ്ങക്ക്? അതിനല്ല അവിടെ വിളിച്ച നമ്പറിലോട്ടൊന്ന് വിളിക്കേ. നമുക്കിനി ഒരുപാട് ചായ കുടിക്കാം, തേയില കിട്ടുമല്ലോ. ഓഹോ അയ്യോ, എന്റെ മോക്ക് അതാണ് അവളുടെ ചിന്ത. ആ എടി അമ്മ എന്തേ? നീ എന്തായാലും കേട്ട ഉടനെ അതെ ക്ലീറ്റോന് ജോലി ശരിയായി കേട്ടോ, മാനേജര്. ആ തേയില ഫാക്ടറിയില്. മൂന്നാറ്. പിന്നെ അമ്മ വരുമ്പോ പറയണേ. അവനെന്തേ? ശരി അവനോടും പറയണം. ശരി മോനെ. ഓക്കെ. കാളെ പറ്റില്ലെന്ന് അറിയില്ല. ക്ലീറ്റോന് ജോലി. നീ ചുമ്മാ ഇത് ആളെ എന്നെ അവിടെ കൊണ്ട് ഇടാനാണെങ്കിൽ എന്തോ വൈരാഗ്യം തീർക്കാനാണ്. അതൊന്നും നടക്കൂല. എന്ത് വൈരാഗ്യം തീർക്കാൻ? പിന്നെ അല്ലാതെ ഈ മൂന്നാർ പോലുള്ള പട്ടിക്കാട്ടിലേക്കൊക്കെ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. മൂന്നാറില് മനുഷ്യരില്ലേ? മനുഷ്യരുണ്ട്. അവിടെ ഏറ്റവും ജനവാസം കുറഞ്ഞ സ്ഥലമാണ് വല്ലപ്പോഴും. അതുകൊണ്ടല്ലേ ടൂറിസ്റ്റ് കേന്ദ്രമായത്. അതെ, ഓരോ മുട്ടായിക്ക് ന്യായം പറഞ്ഞ് ഈ പണിക്ക് പോകാതിരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്നല്ല, ബാക്കി ഞാൻ അന്നേരം പറയാം. നമ്മുടെ കേമ. എന്റെ കർത്താവേ, ഞാൻ എനിക്ക് നിന്റെ ഇരിപ്പ് കണ്ടിട്ട് ചിരി വരികയാണ്. ഇത് വേറെ ചുമ്മാ LKG പിള്ളേരെ സ്കൂളിൽ പോകാൻ മടിയാണിച്ചിരിക്കുന്നതാണ്. നീ പോകുന്നില്ലാന്ന് നീ തീർത്തങ്ങ് പറയണം. 30 ദിവസം ജോലി എടുത്താൽ 25,000 രൂപ വാങ്ങിക്കാനല്ലേ പോകുന്നത്. നമ്മളിവിടെ ഒരു ദിവസം കൊണ്ട് 25,000 രൂപ ഉണ്ടാക്കിയിട്ടില്ലേ? നിന്റെ ബുദ്ധിയും എൻ്റെ കഴിവും വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ ആരെയൊക്കെ ഒളിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മറക്കണ്ട. എൻ്റെ അളിയ അങ്ങനെയാണ്. റിസ്ക് എടുത്താലേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ. ഈ ജോലിക്ക് നേതാവ് പോണം. അതെന്ത് നേതാവ് പോണം നേതാവ്. അയ്യോ, അതെന്ത് കാര്യം? ഈ പാർട്ടി പൊളിഞ്ഞു കിടന്നപ്പം ആരാ ഈ പാർട്ടിയെ ഉയർത്തി കൊണ്ടുവന്നത്? നേതാവല്ലേ. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം മൂന്നാറിലെ തേയില കമ്പനി ഇപ്പൊ ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്. അത് ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ നേതാവിനെ കഴിയൂ. ഈ പൊളിഞ്ഞു കിടക്കുന്ന കമ്പനി പണിയാൻ അവൻ കൽമേശ്ശേരി ഒന്നുമല്ല. അതല്ല, അതവിടെ കൽപ്പണിക്കാരുണ്ട്, അവരെ കൊണ്ട് ചെയ്യിച്ചോളൂ കേട്ടാ. ആ കമ്പനിയെ പൊക്കിക്കൊണ്ടുവരാനാണ് ഞാൻ പോവാൻ നീ പറയണത് അല്ലേ? അല്ലാതെ നിനക്ക് ഈ കസേരയിൽ ഇരിക്കാനുള്ള മോഹമൊന്നുമില്ല. ഉറപ്പല്ലേ അളിയാ? എനിക്ക് ഈ കസേര നോട്ടമൊന്നുമില്ല. എനിക്കുള്ള കസേര പ്രധാനമന്ത്രി കസേരയാണ്. ഈ പോക്ക് പോകണമെങ്കിൽ ഉടനെ തന്നെ ആവും പ്രധാനമന്ത്രി. ആവും. ഓരോ കഷ്ടങ്ങൾ. ഒന്നും ചേർക്കാനില്ല, പറ്റട്ടെ. എണ്ണ തെളിയണം. ഞാനും കുറച്ചേരം ഇളക്കിക്കോട്ടെ. പിന്നെ നീ കൈയും കാലൊക്കെ പൊളിക്കാൻ കുറച്ചേരം കുറച്ചിനൊക്കെ കളിക്കാനല്ല ഡാഡിക്ക് കൊണ്ടുപോകണം. വേണ്ട അടി മേടിക്കണോ? ഞാനിപ്പോ എഴുന്നേപ്പിച്ച് വിടും. നീ ഇവിടെ ഇരിക്കണോന്ന് പറഞ്ഞാ ഞാൻ. അത് പഠിക്കാനാ. പിന്നെ പഠിക്കാൻ നല്ലോണം വെള്ളമൊക്കെ പറ്റിയില്ലെങ്കിലേ ചീത്ത. നീ ഇഞ്ചിക്കറി കണ്ടിട്ടില്ലേ? പറഞ്ഞ കേട്ടത്തൊന്നും ഇതൊന്നും കഴിച്ചിട്ടില്ല. ഡാഡി പോകുമ്പോഴേ ഞാൻ ക്ലാസ്സിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അപ്പം ടീച്ചർ പറഞ്ഞു 5 കിലോ തേയില വേണമെന്ന്, ശുദ്ധമായ തേയില. നീ എന്ത് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ ടീച്ചർ എന്ന് പറഞ്ഞു. പൈസയും കൂടി മേടിച്ചോളണം. അത് മോശമല്ലേ മക്കളിമോനെ? നമുക്കൊരു കാര്യം ചെയ്താലോ? ഇതൊരു ബിസിനസ്സും കൂടെ ആക്കിയാലോ? അത് സൂപ്പർ ഐഡിയ ആയിരിക്കും. ഡാഡിയാ ക്ലീറ്റോന് അവിടെ ആകുന്നതുകൊണ്ട് തേയില വില കുറച്ച് കിട്ടൂലേ? ആ വില കുറച്ച് കിട്ടുന്ന തേയില നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വേറെ വിലക്ക് വിൽക്കാലോ. എന്റെ ഫ്രണ്ട്സും ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര്. തരാന്ന് പറഞ്ഞേ എല്ലാവർക്കും. ഈ മൂന്നാറ് ഞാൻ പോണതിന്റെ തൊട്ടടുത്താണ് മറയൂര് ചന്ദനക്കാട്. അവിടെ കുറച്ച് ചന്ദനം കൂടെ ഞാൻ കൊണ്ടുവന്നാലേ അത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. ഈ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്. ക്ലീറ്റോന്റെ തമാശ കേൾക്കാൻ പറ്റില്ല. ഇനി
ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ പോയി ഇതെന്താ ഉണ്ടാക്കണേ? ഇഞ്ചിക്കറി ആർക്ക്? ക്ലീറ്റോനെ കൊണ്ടുപോകാൻ. എന്തിന്? എന്തിനാന്നോ? 2 മാസം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. എന്ത് കൂട്ടും? ഇവിടെ നിന്ന് അങ്ങ് എൻ്റെ കണ്ണ് തെറ്റിച്ചാൽ പിന്നെ ക്ലീറ്റോ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കൂല, ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കൂല. ഇതാകുമ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ നമുക്ക് അങ്ങ് കുറയ്ക്കാം. എനിക്ക് ഒന്നാമത്തെ എൻ്റെ പ്രശ്നം ഇതാണ്. ഞാൻ ഈ നമ്മുടെ ജില്ല വിട്ട് വേറൊരു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം പിടിക്കില്ലേ? അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കിയത്. എന്താ പറയേ, 2 കിലോ അരി അങ്ങ് മേടിക്കുക. ഒരു കൊച്ചു കുക്കർ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോനുള്ള കഞ്ഞിയായോ? ആര് വെച്ചായിരുന്നു കഞ്ഞി? ക്ലീറ്റോ അങ്ങ് വെച്ചേക്കണം. എനിക്കറിയൊന്നുമില്ല കഞ്ഞിയൊന്നും വെക്കാൻ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇഞ്ചിക്കറി ഒന്ന് തൊടാനായിട്ട് സൈഡിലുണ്ടെങ്കിൽ പിന്നെ ഒരു കറിയും വേണ്ട. എനിക്ക് ഇതൊന്നും കൂട്ടിയൊന്നും കഴിച്ചാൽ ശരിയാവില്ല. ഒന്നാമത് മാത്രമല്ല, ഈ വേറെ വലിയ പ്രശ്നം ഞാൻ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ അവിടെ. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടും ചുമയും വരും. ക്ലീറ്റോ, അവിടെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ വായുവാ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ അതൊന്നും പറയണ്ട. പിന്നെ തണുപ്പ് ഒന്നിച്ചിരി പിന്നെ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ആ ബ്ലാങ്കറ്റ് ഒക്കെ കിട്ടും, അതൊക്കെ ഇട്ടങ്ങ് നിന്നാൽ മതി. അച്ചാറൊക്കെ ഉണ്ടല്ലോ, മാങ്ങ അച്ചാറ്. അതൊക്കെ ഉണ്ട്. അച്ചാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പോയി ഒന്ന് ജോലിയിലൊക്കെ ഒന്ന് നിന്ന് അവിടുത്തെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരണം.